നമ്മുടെയൊക്കെ വീടുകളിൽ പെൺകുട്ടികൾ കളിച്ചും ചിരിച്ചും പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. എന്നാൽ ഇക്കാലത്ത് പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ഉള്ളിൽ എത്രത്തോളം ആശങ്കയുണ്ടാകും? കുഞ്ഞുങ്ങളെ ഉറ്റവർ പോലും ലാളിക്കുമ്പോൾ ചിലപ്പോൾ സംശയങ്ങൾ തോന്നാം. ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ വീട്ടിൽ മക്കളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് എങ്ങനെ പോകാൻ കഴിയും? എറണാകുളം തിരുവാണിയൂരിലെ 3.5 വയസ്സുകാരിക്ക് സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. പല വീടുകളിലും കുട്ടികൾ രക്തബന്ധമുള്ളവരിൽ നിന്ന് പോലും ചൂഷണം നേരിടുന്നുണ്ട്. ചിലപ്പോൾ അതേക്കുറിച്ച് അറിഞ്ഞാലും അമ്മമാർ നിസ്സഹായരാകും. മക്കളെ ഈ നരക ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ പോകുമ്പോൾ അവരെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണോ ആ പൊന്നു മോളെ അവളുടെ അമ്മ കൊലപ്പെടുത്താനുള്ള കാരണം? ഇതോടൊപ്പം ആലപ്പുഴയിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസും കണ്ണൂരിൽ മുത്തശ്ശിയെ കൊച്ചുമകൻ ചവിട്ടിക്കൊന്ന സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എറണാകുളം തിരുവാങ്കുളത്തിന് സമീപം മറ്റക്കുഴി എന്ന ഗ്രാമത്തിൽ കണ്ണീർ മഴ തോർന്നിട്ടില്ല. 3.5 വയസ്സുള്ള കുരുന്നിനെ അമ്മ കൊലപ്പെടുത്തിയതിൻ്റെ നടുക്കം വിട്ടൊഴിയും മുൻപാണ് ആ സംഭവത്തിന് പിന്നിലെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നത്. സംരക്ഷണം കൊടുക്കേണ്ട കൊച്ചിച്ചൻ അവളുടെ ജീവിതം പിച്ചി ചീന്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയം തോന്നുന്നു. 2 വയസ്സ് മുതൽ ആ പൊന്നോമന നരകയാതന അനുഭവിച്ചതാണ്. ലൈംഗിക വൈകൃതമുള്ള യുവാവ് കുഞ്ഞിനെ നിരവധി തവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് വിവരം. കുറ്റം സംബന്ധിച്ചതോടെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇതും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. രണ്ടു വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ്, ആന്തരിക അവയവങ്ങളിലും പരിക്ക്. മരിക്കുന്നതിന് തലേ ദിവസവും കുട്ടി പീഡിപ്പിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു കുഞ്ഞ് 1.5 വർഷമായി അനുഭവിച്ച പീഡനങ്ങളുടെ കഥ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്താണ് പ്രതിയെ പിടികൂടിയത്. 3 പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രതി കുറ്റം സമ്മതിച്ചു. കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് റൂറൽ SP M ഹേമലത പറഞ്ഞു. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി. അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വീടുകളിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തി. പ്രതിയുടെയും കുഞ്ഞിന്റെയും വസ്ത്രങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ്. കുട്ടിയുടെ തൊട്ടടുത്താണ് പ്രതിയുടെ വീട്. മകളെ രക്ഷിക്കാനാണ് താനിത് ചെയ്തതെന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത്. പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നതിന്റെ സൂചനയാണോ എന്ന് വ്യക്തതയില്ല. അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. ചിലർ നേരിടുന്ന നരക ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തിനാണ് അവർ ഈ മണ്ണിലേക്ക് പിറന്നു വീണതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? അതുപോലെയാണ് തിരുവാങ്കുളം മറ്റക്കുഴിയിലെ 3 വയസ്സുകാരിയുടെ ദുരിത കഥകൾ. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് പതിവ്. അതിനിടെ കൊച്ചിച്ചൻ്റെ ലൈംഗിക പീഡനം. പിച്ചവെച്ച് നടക്കുന്ന പ്രായത്തിൽ അമ്മ അവളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. 3.5 വയസ്സുകാരി പിതാവിൻ്റെ സഹോദരിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനമെന്നാണ് വിവരം. കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാണ്. മരിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായി. അമ്മ നൽകിയ നിർണായക വിവരമാണ് അന്വേഷണം പിതൃ സഹോദരനിലേക്കും എത്തിച്ചത്.
കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു പിതാവിന്റെ സഹോദരൻ. ഇത് മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് വിവരം. ചൊവ്വാഴ്ച വൈകിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഈ സമയത്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്ന അമ്മയെ തിരികെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പീഡനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഭർത്താവിന്റെ സഹോദരങ്ങളുമായാണ് കുട്ടി കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നതെന്ന അമ്മയുടെ മൊഴിയും കേസിൽ നിർണായകമായി. തുടർന്നാണ് പുത്തൻകുരിശ് പോലീസ് അടുത്ത ബന്ധുക്കളായ 3 പേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ബന്ധുവായ യുവാവ് കുട്ടിയെ പീഡിപ്പിച്ചതിനെ കുറിച്ച് പോലീസിന് വ്യക്തത ലഭിച്ചത്. ഇയാളുടെ ഫോണടക്കം പരിശോധിച്ച പോലീസ് പ്രതി ലൈംഗിക വൈകൃതം ഉള്ളയാളാണെന്ന് മനസ്സിലാക്കി. പിന്നീട് രാത്രി വരെ നീണ്ട ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. 1.5 വർഷത്തോളമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ വെച്ച് കുട്ടി നിരവധി തവണ പീഡനത്തിന് ഇരയായെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ഏറെ നാളായി പീഡനം നടന്നതിനെ കുറിച്ച് സംശയമൊന്നും ഇല്ലായിരുന്നുവെന്നാണ് അംഗനവാടി ടീച്ചർ പറയുന്നത്. കളിച്ചിരി മാറാത്തൊരു മുഖമാണ്. എപ്പോഴും കളിപ്പാട്ടത്തിൻ്റെ ഇടയിൽ ഉള്ളൊരു കുട്ടിയാണ്. നമുക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഫീൽ വരേണ്ട ഒരു സാഹചര്യം അംഗൻവാടിയിലുണ്ട്. 1.5 വർഷമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ടീച്ചറല്ല, അമ്മയായിട്ടാണ് ഞാൻ ആ കുട്ടിയുടെ, ഞാനെന്ന് പറയില്ല, ഞങ്ങൾ 2 പേരും ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം ഇല്ല. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിൽ കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരു ഇട വരുത്തിയിട്ടില്ല. അപ്പോൾ കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്തു തന്നെയാണ് പ്രതിയുടെയും വീട്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പ്രതി മുതലെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക് മൂലം അമ്മ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അമ്മയുടെ മാനസികാസ്വാസ്ഥ്യത്തെക്കുറിച്ചുള്ള വഴക്കുകളും വീട്ടിൽ പതിവായി. എന്നാൽ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യമില്ല എന്നാണ് ഭർത്താവ് തുടക്കം മുതൽ പറയുന്നത്. നിലവിൽ അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചതോടെ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തതയുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ ദാമ്പത്യ വിശ്വസ്തതയാണ്. ദമ്പതികൾക്കിടയിൽ വഴിവിട്ട ബന്ധമോ സംശയമോ ഉണ്ടായാൽ പിന്നെ ജീവിതം തന്നെ കൈവിട്ടു പോകാം. ആലപ്പുഴ രാമങ്കരയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നത് സംശയത്തെ തുടർന്നാണ്. രാമങ്കരി സ്വദേശിനി വിദ്യയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഭർത്താവ് വിനോദിനെ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യയും ഓട്ടോ ഡ്രൈവറായ യുവാവും തമ്മിലുള്ള സംഭാഷണം ഭർത്താവ് കേട്ടതാണ് പ്രകോപന കാരണം. രാത്രി 10:30-ഓടെയാണ് കൊലപാതകം. ഓട്ടോറിക്ഷ ഡ്രൈവർക്കൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കെന്നു പറഞ്ഞ് മതിമോൾ ഉച്ചയോടെ വീട്ടിൽ നിന്നിറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് വിനോദ് ഫോണിൽ വിളിച്ചു. സംഭാഷണം അവസാനിപ്പിച്ചെങ്കിലും ഫോൺ കട്ടായിരുന്നില്ലെന്നാണ് വിനോദ് പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് ഡ്രൈവറും ഭാര്യയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാൻ ഇടയായെന്നും ഇതിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും രാമങ്കരി പോലീസ് പറയുന്നു. 10:30-ഓടെ മടങ്ങിയെത്തിയ മതിമോളെ വിനോദ് വീട്ടിനുള്ളിൽ കയറിയതോടെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നെഞ്ചിലും വയറിലും കുത്തേറ്റ മതിമോൾ മുറ്റത്തേക്കിറങ്ങി ഓടിയെങ്കിലും പിന്നീട് മരിച്ചു. വിനോദ് കത്തിയുമായി പുറത്തു നിന്നതിനാൽ നാട്ടുകാർക്കാർക്കും അടുക്കാനായില്ല. പോലീസ് എത്തിയാണ് മൃതദേഹം നീക്കിയത്. ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 2 വ്യക്തികളെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒന്ന്, ഈ മരിച്ച പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ 2-ാം വാർഡിലെ രാമങ്കരി പഞ്ചായത്തിലെ 2-ാം വാർഡിലെ കുടുംബാംഗമാണ്. ഈ മരിച്ച പെൺകുട്ടി എനിക്കവരെ വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാം. അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും എനിക്കറിയാം. ഞാനൊരു ദുഷ്ട സ്വഭാവമുള്ളതായിട്ട് നമുക്കറിയില്ല. മറ്റൊന്ന്, ഭർത്താവ് എന്ന് പറയുന്ന വിനോദ് എന്ന് പറയുന്ന ഭർത്താവ്, അവനും അദ്ദേഹവും ഈ മദ്യപിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന ഒരു രീതിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ പെട്ടെന്നുണ്ടായ ഇവിടെ അന്വേഷിച്ച രീതി പെട്ടെന്നുണ്ടായ ഒരു യാത്രയും കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലും കൂടി ഒരു ഭക്തർക്കും ഉണ്ടായി ഒരു അക്രമം നടത്തുകയാണെന്നുള്ളതാണ് എനിക്കിവിടെ അറിവ് കിട്ടിയത്. രാമങ്കരിയിൽ ഇരുവരും ചേർന്ന് ചായക്കട നടത്തി വരികയായിരുന്നു. ഭാര്യയോടുള്ള പകയാണ് കൊലപാതക കാരണമെന്നാണ് വിനോദിന്റെ മൊഴി. ന്യൂസ് 18 ആലപ്പുഴ. ലഹരിക്കടിമയായ യുവാവിന് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഒരു പിതാവും തയ്യാറാകില്ല അല്ലേ? എന്നാൽ തിരുവനന്തപുരം മംഗലപുരം സ്വദേശി താഹയ്ക്ക് ആ ഒരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ സ്വന്തം ജീവനാണ് നഷ്ടപ്പെട്ടത്.
അയൽവാസിയായ റാഷിദ് പലതവണ താഹിയുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീട്ടിലെത്തി ബഹളം വെച്ചതാണ്. പക്ഷേ മകളെ മറ്റൊരു യുവാവുമായി വിവാഹം നടത്തിയതോടെ റാഷിദിൻ്റെ ഉള്ളിൽ പകയായി. ഇതേ തുടർന്ന് താഹയെ അയാൾ വീട്ടിലെത്തി കുത്തി കൊലപ്പെടുത്തി. മുൻപും റാഷിദ് വീട്ടിലെത്തി ആക്രമണം നടത്തിയിരുന്നതായി കുടുംബം പറയുന്നു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 നാടിന് നടുക്കിയ സംഭവം. താഹയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ റാഷിദ് കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കുത്താൻ ശ്രമിച്ചെങ്കിലും താഹയുടെ ഭാര്യ നൂർജഹാൻ ആദ്യം തടഞ്ഞു. രക്ഷപ്പെടാനായി വീടിന്റെ 2ാം നിലയിലേക്ക് ഓടിക്കയറിയ താഹയെ റാഷിദ് പിന്നാലെ എത്തി കുത്തി വീഴ്ത്തുകയായിരുന്നു. വയറിൽ 5 ഗുരുതരമായി കുത്തേറ്റ താഹയുടെ കുടൽമാല പുറത്തേക്ക് ചാടി. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരിച്ചു. ആക്രമണത്തിൽ താഹയുടെ ഭാര്യയ്ക്ക് പരിക്കുണ്ട്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെത്തിയ റാഷിദ് രക്തം പുരണ്ട വസ്ത്രം മാറി വീണ്ടും താഹയുടെ വീടിന് സമീപത്തെത്തിയിരുന്നു. നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ വെച്ച് തന്നെ പിടികൂടുകയായിരുന്നു. ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ വീടിന്റെ ഫ്രണ്ടിൽ 2 പെണ്ണുങ്ങൾ, പ്രായമുള്ള പെണ്ണുങ്ങൾ കിടന്ന് നമുക്കാരുമില്ലേ എന്നുള്ളൊരു ഉച്ചത്തിൽ വിളിക്കുന്നു. അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്താ സൗകര്യം എന്ന് കാര്യം ചോദിച്ചു. പറഞ്ഞ് എന്റെ കെട്ടിയവനെ കുത്തി എന്ന് പറഞ്ഞു. എന്തോ വീടിനകത്താണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ കുത്തിയ പ്രതി നമ്മുടെ മുമ്പ് കൂടെ തന്നെ പാസ് ചെയ്ത് പോയപ്പോൾ നമ്മളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. എന്തൊക്കെയോ ബൈക്കിലാണ് ചീത്ത വിളിച്ച് നല്ല സ്പീഡിന് വണ്ടി ഓടിച്ചു പോയി. അപ്പോൾ പോലീസ് തന്നെ കറക്റ്റ് ഈ വീട്ടിൽ സ്പോട്ട് കടയിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. താഹിയുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാത്തതിന്റെ വൈരാഗ്യമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവതിയെ പിന്നീട് മറ്റൊരാൾ വിവാഹം കഴിച്ചെങ്കിലും റാഷിദ് പകയുമായി നടക്കുകയായിരുന്നു. പ്രതി ഇതിനു മുൻപും താഹയെ മർദ്ദിച്ചിട്ടുണ്ട്. അന്ന് പോലീസ് റാഷിദിനെതിരെ കേസ് എടുത്തിരുന്നു. പ്രതി ലഹരിക്കടിമയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലപ്പെട്ട താഹ ഈ മാസം 27-ന് ഭാര്യയും ഒന്നിച്ച് ഹജ്ജിന് പോകാനിരിക്കെയാണ് കൊലപാതകം. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടിക്കാലത്ത് നമ്മളിൽ പലരും മുത്തശ്ശിയുടെയും മുത്തച്ഛൻ്റെയും സ്നേഹവും ലാളനയും ആവോളം അനുഭവിച്ചവരാണ്. അവർ പറഞ്ഞു വന്ന കഥകളും കളികളുമൊക്കെ ആസ്വദിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ പലരും വളർന്നു വലുതാകുമ്പോൾ വൃദ്ധ മാതാപിതാക്കളെ എത്രത്തോളം പരിഗണിക്കാറുണ്ട്. അവരുടെ കുടുംബസ്വത്ത് എല്ലാവർക്കും വേണം. എന്നാൽ മുത്തച്ഛനെയും മുത്തശ്ശിയെയും നോക്കാൻ ഇപ്പോഴത്തെ തലമുറ തയ്യാറല്ല. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയെ കൊച്ചുമകൻ ചവിട്ടി കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കണ്ടങ്കാളി സ്വദേശിനി കാർത്തിയായനിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകൻ റിജുവിനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് റിജു മുത്തശ്ശി 88 വയസ്സുള്ള കാർത്തിയായനിയെ മദ്യലഹരിയിൽ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയായനി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി മരിച്ചു. കാർത്തിയായനിയെ പരിചരിച്ചിരുന്ന ഹോം നഴ്സിന്റെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. മകളുടെ മകൻ റിജു കാർത്തിയായനിയെ ചവിട്ടി വീഴ്ത്തുകയും തല ചുമരിൽ ഇടിപ്പിക്കുകയും ചെയ്തതായി ഹോം നഴ്സ് നൽകിയ പരാതിയിൽ പറയുന്നു. അക്രമത്തിൽ കാർത്തിയായനിയുടെ തലയ്ക്കും കൈക്കുമാണ് പരിക്കേറ്റത്. കൈ പിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വയോധികയുടെ കൈയിലെ തൊലി ഉരിഞ്ഞുപോയി. കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞാണ് ആദ്യം പയ്യന്നൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ മർദ്ദനമേറ്റ പാടുകൾ കാണുകയും പരുക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. കേസിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പ് കൂട്ടിച്ചേർത്താണ് പോലീസ് റിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാർത്തിയായനിക്ക് മർദ്ദനമേറ്റതിന്റെ പിന്നാലെ റിജുവിന്റെ കാറും വീടും അജ്ഞാതർ തല്ലി തകർത്തിരുന്നു. കുടുംബസ്വത്ത് വീതം വെച്ചപ്പോൾ കാർത്തിയായനിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് മകൾ ലീലയായിരുന്നു. ഇതോടെ കാർത്തിയായനിയുടെ പേരിലുണ്ടായിരുന്ന വീടും ലീലയ്ക്ക് നൽകി. ഇവരുടെ മകനാണ് റിജു. പിന്നീട് അവർ ആ വീട് വാടകയ്ക്ക് കൊടുക്കുകയും ലീലയും മക്കളും താമസിക്കുന്ന കണ്ടങ്കാളിയിലെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. കാർത്തിയായനിയെ പരിചരിക്കാനായി ഹോം നഴ്സിനെയും ഏർപ്പാടാക്കി. റിജുവിന്റെ ഭാര്യ പ്രസവിച്ച ശേഷം ഇരട്ട കുട്ടികളുമായി ഇവർ വീട്ടിലെത്തിയതോടെ കാർത്തിയായനിയെ ഒന്നിച്ച് താമസിപ്പിക്കുന്നതിലുള്ള വിരോധം മൂലം റിജു ആക്രമിച്ചുവെന്നാണ് കേസ്.
ന്യൂസ് 18 പയ്യന്നൂർ. പണത്തിനും സ്വത്തിനും വേണ്ടി സ്വന്തം മാതാപിതാക്കളെ പോലും തല്ലാനും കൊല്ലാനും മടിക്കാത്ത ഒരു തലമുറ. കുടുംബ പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് എല്ലാവർക്കും വേണം. എന്നാൽ അച്ഛനെയും അമ്മയെയും നോക്കാൻ പലരും തയ്യാറാകാത്ത അവസ്ഥ. കണ്ണൂർ പയ്യന്നൂരിൽ തന്നെയുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വയോധികനായ പിതാവിൻ്റെ കാൽമുട്ട് മകൻ അടിച്ചു തകർത്തു. രാമന്തളി സ്വദേശി അമ്പുവിനെയാണ് മകൻ അനൂപ് ആക്രമിച്ചത്. കേസിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 5:30 കല്ലേറ്റും കടവിലെ വീടിനോട് ചേർന്ന കടവരാന്തയിൽ വെച്ചായിരുന്നു സംഭവം. രാമന്തളി കല്ലേറ്റ് കടവിലെ കെ അമ്പുവിനെയാണ് സ്വത്തുഭാഗം വയ്ക്കാൻ വിസമ്മതിച്ചതിന്റെ വിരോധത്തിൽ മകൻ ആക്രമിച്ചത്. 76-കാരനായ അമ്പുവിന്റെ ഇടതുകാൽ മുട്ട് വടികൊണ്ട് അടിച്ചു തകർത്തു. ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തിയ പോലീസ് അമ്പുവിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മകൻ KV അനൂപിനെതിരെ കേസെടുത്തത്. കുടുംബസ്വത്തിനെ ചൊല്ലി വീട്ടിൽ നേരത്തെ തന്നെ തർക്കം നിലനിൽക്കുന്നതായാണ് വിവരം. 30-കാരനായ അനൂപിനെ പയ്യന്നൂർ SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പയ്യന്നൂർ. കോഴിക്കോട് കൊടുവള്ളിയിൽ വീട്ടിൽ നിന്നും കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തിയിട്ടും ദുരൂഹത ഒഴിയുന്നില്ല. കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ കാണാതായി 5-ാം ദിവസമാണ് കണ്ടെത്തിയത്. മൈസൂരിൽ നിന്നും യുവാവിനെ ടാക്സിയിൽ കയറ്റിവിടുകയായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപം മോങ്ങത്ത് വെച്ചാണ് പോലീസ് അയാളെ കണ്ടെത്തിയത്. 6 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്നും ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നും അന്നൂസ് പറഞ്ഞു. അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം. സംഭവത്തിൽ 2 കേസുകളിലായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ സ്വദേശി അന്നൂസ് റോഷനെ വീട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമായതോടെ യുവാവിനെ പ്രതികൾ മൈസൂരുവിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. സംഘം മൈസൂരുവിലെത്തിയെന്ന് കണ്ടെത്തിയ പോലീസ് പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ മൈസൂരുവിൽ നേരിട്ടെത്തുകയും ചെയ്തു. ഇതോടെയാണ് അന്നൂസ് റോഷനെ വിട്ടയക്കാൻ സംഘം തീരുമാനിച്ചത്. യുവാവുമായി ടാക്സിക്കാറിൽ കേരളത്തിലേക്ക് തിരിച്ച സംഘം പിടിക്കപ്പെടുമെന്ന് ഭയന്ന് പാലക്കാട് ഇറങ്ങി. അന്നൂസിനെ കാറിൽ കയറ്റി നാട്ടിലേക്ക് അയക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊണ്ടോട്ടിക്ക് സമീപം മോങ്ങത്ത് വെച്ചാണ് കാർ പോലീസ് കണ്ടെത്തിയത്. അന്നൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നതെന്ന് അന്നൂസ് റോഷൻ പറഞ്ഞു. തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. മൈസൂരുവിൽ നിന്ന് തിരികെ വിടുമ്പോൾ കാറിൽ 2 പേർ ഉണ്ടായിരുന്നു. താൻ ഉറങ്ങുന്നതിനിടെയാണ് ഇവർ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ടാക്സി ഡ്രൈവർക്ക് തട്ടിക്കൊണ്ടുപോകലിൽ പങ്കില്ലെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയരുതെന്നാണ് പോലീസ് പറഞ്ഞതെന്നും അന്നൂസ് റോഷൻ വ്യക്തമാക്കി. എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, പുറത്തു വിടണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടൊന്നും പറഞ്ഞു. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പരിചയമില്ലാത്തവരാണ്, അറിയില്ല. 6 പേരുണ്ട്. അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ 2 കേസുകളിലായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈസൂരുവിൽ നിന്ന് വന്ന ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്തെങ്കിലും സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അന്നൂസ് റോഷനെ പോലീസ് വീട്ടിലെത്തിച്ചു. മുഖ്യപ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.
തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത് 2 മാസമാകുമ്പോഴും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. IB ഉദ്യോഗസ്ഥനായിരുന്ന പ്രതി സുഗാന്ത് സുരേഷ് ഒളിവിലെന്ന് പറയുമ്പോഴും ആരാണ് അയാളെ സംരക്ഷിക്കുന്നതെന്ന് അറിയണം. ഒടുവിൽ പ്രതിയെ ഇതുവരെയും എന്തുകൊണ്ടാണ് പിടികൂടാത്തതെന്ന് ഹൈക്കോടതിയും ചോദിച്ചു. സുഗാന്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പ്രതിക്ക് ആരുടെയെങ്കിലും സംരക്ഷണമുണ്ടോ എന്ന് കോടതി പോലീസിനോട് ചോദിച്ചത്. പ്രതി ഒളിവിലെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വരെയും സുഗാന്തിൻ്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി അന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ മരിച്ച് 2 മാസം എത്തുമ്പോഴും പ്രതി സുഗാന്ത് സുരേഷിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം പരിഗണിച്ച ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് പോലീസിനോട് ചോദിച്ചു. പ്രതി ഒളിവിലാണെന്ന അന്വേഷണ സംഘം മറുപടി നൽകി. പ്രതിക്ക് ആരുടെയെങ്കിലും സംരക്ഷണയുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ച വിധി പറയും. ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പങ്കില്ലെന്നും താൻ നിരപരാധിയാണെന്നുമാണ് സുകേഷിന്റെ വാദം. ബലാത്സംഗ കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. സുഗാന്തിന്റെ അച്ഛനെയും അമ്മയെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. മാർച്ച് 24-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകരായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെയും കണ്ടിരുന്നു. അന്വേഷണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടിവരുമെന്നും കുടുംബം പറഞ്ഞു. കൊച്ചി. നടൻ സന്തോഷ് കീരാറ്റൂരിൻ്റെ മകൻ യദു സായന്തിനെയും സുഹൃത്തുക്കളെയും ഒരു സംഘം ആളുകൾ മർദ്ദിച്ചെന്ന് പരാതി. കണ്ണൂർ പയ്യന്നൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഫ്ലെക്സ് ബോർഡിന് കല്ലെറിഞ്ഞുവെന്ന് ആരോപിച്ച് BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് യദുവിൻ്റെ പരാതിയിൽ പറയുന്നു. 4 അംഗ BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് +2 വിദ്യാർത്ഥിയായ യദു ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. യദു സായന്തും സുഹൃത്തുക്കളും തളിപ്പറമ്പിലെ കൂട്ടുകാരന്റെ വീട്ടിൽ പിറന്നാളാഘോഷം കഴിഞ്ഞു വരവെ തൃച്ചംബരം ചിന്മയ സ്കൂൾ പരിസരത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. യദുവിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹെൽമറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ഒരു വീട്ടിൽ ഓടിക്കയറിയ കുട്ടികളെ വീട്ടുകാരെത്തിയാണ് രക്ഷിച്ചത്. 4 അംഗ BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് +2 വിദ്യാർത്ഥിയായ യദു സായന്ത് ആരോപിച്ചു. സന്തോഷ് കീഴാറ്റൂരിന്റെ പേര് പറഞ്ഞും ഭീഷണിപ്പെടുത്തി. മർദ്ദനമേറ്റ് മൂക്കിൽ നിന്ന് ചോര വന്നെന്നും യദു പറയുന്നു. ഒരു കല്ല് അറിയണം, ഇങ്ങനെ നമ്മളെടുത്ത് കല്ലെടുത്ത് ഇങ്ങനെ കളിച്ചേരം ഒരു കല്ല് നമ്മളെ സ്കൂളിൻ്റെ ബോർഡിൽ വന്ന് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അടുത്തുള്ള ഒരു BJP മന്ദിരമുണ്ട്, അവിടുന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അവിടുന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ചോദിച്ചുകൊണ്ട് തന്നെ എന്തിനാന്ന് ബോർഡിൽ കല്ലെറിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ മർദ്ദിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ പ്രതിരോധിച്ചു നിന്ന് എന്നിട്ട് പറഞ്ഞു. 2 പേര് വേറൊരു ബൈക്കിൽ വന്നിട്ട് ഒരാൾ അപ്പം തന്നെ ഹെൽമെറ്റ് ഊരിയിട്ട് അടിക്കാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അടിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരാൾ കൂടി ഒരു 5-6 ആൾ പിന്നെ മർദ്ദിക്കാൻ തുടങ്ങി. സ്കൂളിന് സമീപം ഇരിക്കുമ്പോൾ അവിടുത്തെ ഫ്ലെക്സിനെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. BJP ഓഫീസിൽ നിന്ന് 2 പേരെത്തിയാണ് ആദ്യം മർദ്ദിച്ചത്. പിന്നീട് കൂടുതൽ പേരെത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആദ്യം അക്രമികൾ അനുവദിച്ചില്ലെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കണ്ണൂർ. നാട്ടിൽ സാമൂഹ്യ പ്രവർത്തകർ എന്ന പേരിൽ നടക്കുന്ന എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ചിലർ ചാരിറ്റിയുടെ മറവിൽ വലിയ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പാലക്കാട് മുതലമട സ്വദേശിയും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമയുമായ സുനിൽ ദാസിനെ ഒരു തട്ടിപ്പ് കേസിൽ പിടികൂടിയപ്പോഴാണ് അയാളുടെ തനി സ്വഭാവം നാട്ടുകാർ അറിഞ്ഞത്. കോയമ്പത്തൂരിലെ വ്യവസായിയെ കബളിപ്പിച്ച് 3 കോടി രൂപ തട്ടിയെന്ന കേസിൽ
സുനിൽദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രസ്റ്റിന് റിസർവ് ബാങ്ക് 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും തുക പിൻവലിക്കാൻ 3 കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു തട്ടിപ്പ്. RBI പണം അനുവദിച്ചു എന്ന വ്യാജ കത്തും ഉണ്ടാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. വ്യാജരേഖ കാണിച്ച് 3 കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് സുനിൽദാസിനെ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മധുരയിലെ ഒളിയിടത്തിൽ നിന്നാണ് സുനിൽദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി നൽകിയ പരാതിയിലാണ് നടപടി. റിസർവ് ബാങ്കിൽ നിന്ന് 3.5 കോടി രൂപ കിട്ടുമെന്ന് വ്യാജരേഖ കാണിച്ച് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പണം തിരിച്ചു കിട്ടാതെ വന്നതോടെയാണ് വ്യവസായി പോലീസിനെ സമീപിച്ചത്. കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാക്കിയ സുനിൽദാസിനെ റിമാൻഡ് ചെയ്തു. ഇതുപോലെ നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ചതായി പോലീസ് പറയുന്നു. 63-കാരനായ സുനിൽദാസ് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമയാണ്. നേരത്തെയും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ദളിത് യുവതിയെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന സംഭവം തിരുവനന്തപുരം പേരൂർക്കട പോലീസിനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച് കൈകഴുകാൻ സർക്കാരിന് അങ്ങനെ കഴിയുമോ? പോലീസിൽ നിന്നും മാനസിക പീഡനം നേരിട്ടെന്ന പരാതി അന്വേഷിക്കാൻ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള DYSPയെ ചുമതലപ്പെടുത്തി. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KA വിദ്യാധരനാണ് അന്വേഷണ ചുമതല. പരാതിയുടെ സാഹചര്യവും പീഡനവും അന്വേഷണ പരിധിയിൽ വരും. ബാഹ്യസ്വാധീനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകിയത്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥൻ വേണമെന്ന നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ 2 പേരാണ് സസ്പെൻഷനിലുള്ളത്. നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് SI പ്രസാദ്, ASI പ്രസന്നകുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് DYSPയുടെ അന്വേഷണം. പ്രസന്നനാണ് തന്നോട് കൂടുതൽ മോശമായി പെരുമാറിയതെന്ന് ബിന്ദു ആരോപിച്ചിരുന്നു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കില്ലറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസന്നകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ പാർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ. അസഭ്യം പറഞ്ഞെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള ആരോപണവും പ്രസന്നകുമാറിനെതിരെ യുവതി ഉയർത്തിയിരുന്നു. പേരൂർക്കട സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് യുവതിയുടെ പരാതി. കുടിവെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞെന്നും ആരോപണമുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ വ്യക്തത വരുത്താനാണ് തീരുമാനം. പേരൂർക്കട പോലീസിന് വീഴ്ചയുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതോടെ വിജിലൻസിന്റെ അടുത്ത നീക്കം എന്താകും? 3 പ്രതികൾക്കും ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ച പ്രതികൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണമെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. പ്രതികൾക്ക് ജാമ്യം കിട്ടിയതോടെ ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുകൾ കണ്ടെത്തുക അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകും. പ്രതികളുടെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അംഗീകരിച്ചില്ല. കേസിലെ 4ാം പ്രതിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ രഞ്ജിത്ത് വാര്യർ, ഇടനിലക്കാരനായ തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അടുത്ത 7 ദിവസം പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുവാനും നിർദ്ദേശം നൽകി.
കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമായ പരാതിക്കാരന് കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാട്ടി പണം കൂടുതൽ വിദേശത്തേക്കാണ് ഉപയോഗിച്ചതെന്നും കാണിച്ച് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും 2024 സമൻസ് ലഭിച്ചിരുന്നു. അതുപ്രകാരം കൊച്ചി ED ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബിസിനസ്സുകളുടെ രേഖകളും കണക്കുകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം കേസെടുക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിൽ നിന്നും ഒഴിവാക്കാൻ 50 ലക്ഷം രൂപ വീതം 4 തവണയായി 2 കോടി ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലെ അക്കൗണ്ടിൽ നൽകുവാനും 2 ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കുവാനും ഇടനിലക്കാരനായ വിൽസൺ നിർദ്ദേശിച്ചു. 50,000 രൂപ കൂടി അധികമായി നൽകണമെന്നും പറഞ്ഞു. അക്കൗണ്ട് നമ്പറും നൽകി. ഇതിന് പിന്നാലെയാണ് വ്യവസായി വിജിലൻസിനെ സമീപിച്ചത്. കൊച്ചി. മഞ്ജുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, ബാബു ഷാഹിർ, നടൻ സൗബിൻ ഷാഹിർ എന്നിവരുടെ ഹർജിയാണ് തള്ളിയത്. കേസിൽ പോലീസിന് അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന മരട് സ്വദേശി സിറാജ് വലിയതറയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, ബാബു ഷാഹിർ, നടൻ സൗബിൻ ഷാഹിർ എന്നിവർക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. ഹർജി തള്ളിയതിനാൽ തുടരന്വേഷണത്തിൽ ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന മരട് സ്വദേശി സിറാജ് വലിയതുറയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സിറാജ് പരാതിയിൽ പറയുന്നു. കേസിൽ സൗബിൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കോടതിയിൽ പോലീസ് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. എന്നാൽ സിറാജ് സിനിമയ്ക്ക് വേണ്ടി നൽകേണ്ടിയിരുന്ന പണം കൃത്യസമയത്ത് നൽകിയില്ലെന്നും അതുമൂലം കനത്ത നഷ്ടം സഹിക്കേണ്ടി വന്നുവെന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്നത്. കൃത്യസമയത്ത് പണം ലഭിക്കാത്തതിനാൽ ഷെഡ്യൂളുകൾ മുടങ്ങുകയും ഷൂട്ടിംഗ് നീണ്ടുപോവുകയും ചെയ്തെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇഡിയും അന്വേഷണം ആരംഭിച്ചിരുന്നു. 200 കോടി രൂപ നേടി വൻ ഹിറ്റായി മാറിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. കൊച്ചി. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. 916 സീലോട് കൂടിയ മുക്കുപണ്ടമാണ് തട്ടിപ്പിനായി ഇവർ കൊണ്ടുവരുന്നത്. ബാങ്ക് ജീവനക്കാർക്ക് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ മതി, പണവുമായി തട്ടിപ്പുകാർ മുങ്ങും. പാലക്കാട് ഒറ്റപ്പാലത്ത് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ ബാങ്ക് ജീവനക്കാർ കൈയോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 ഒറ്റപ്പാലം സർവീസ് ബാങ്കിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലം ബ്രാഞ്ചിലാണ് തട്ടിപ്പിന് ശ്രമമുണ്ടായത്. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലം ശാഖയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 2 പേർ സ്വർണം പണയം വെക്കാൻ എത്തിയത്. 1 പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടത്തിന്റെ വള പണയം വെച്ച് പണം തട്ടാനാണ് ഇവർ ശ്രമം നടത്തിയത്. പവന് 52,000 രൂപ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. 48,000 രൂപ പവന് നൽകാമെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. പിന്നീട് ആഭരണം വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത്. 916 സീലോട് കൂടിയ മുക്കുപണ്ടമാണ് തട്ടിപ്പിനായി കൊണ്ടുവന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. ഉടനെ പ്രതികളെ കൈയോടെ പിടികൂടുകയും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചു വരുത്തി പ്രതികളെ കൈമാറുകയുമായിരുന്നു. ഒറ്റപ്പാലം സ്വദേശികളായ 32-കാരൻ ബിനീഷ്, 44-കാരൻ ഷഹീർ എന്നിവരാണ് തട്ടിപ്പ് നടത്താനുള്ള ശ്രമത്തിനിടെ പിടിയിലായത്. ബാങ്ക് ജീവനക്കാരി ശരണ്യയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ സമാന തട്ടിപ്പ് മുൻപും നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട AR ക്യാമ്പിൽ അബദ്ധത്തിൽ വെടിപൊട്ടിയ കേസിലേക്കാണ് തോക്ക് ലോഡ് ചെയ്തതറിയാതെ
ആർമർ SI ട്രിഗർ വലിച്ചപ്പോഴാണ് വെടിപൊട്ടിയത്. തോക്ക് താഴേക്ക് ചൂണ്ടി വെടിവെച്ചതിനാൽ വൻ അപകടമൊഴിവായി. സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായോ എന്നാണ് പരിശോധിക്കുക. ബാങ്കുകൾ തമ്മിൽ പണമിടപാടുകൾ നടത്തുന്നതിന്റെ ഭാഗമായി പണം കൊണ്ടുപോകുന്നതിന് പോലീസ് കാവൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തോക്ക് കൈവശം വെക്കേണ്ടതുണ്ട്. കാവൽ പോകുന്നതിനായി ആർമർ SIക്ക് AR ക്യാമ്പിലെ ആയുധപ്പുരയിൽ നിന്നും തോക്ക് നൽകുകയായിരുന്നു. തോക്ക് ലോഡ് ചെയ്ത വിവരം അറിയിക്കാതെയാണ് ഉദ്യോഗസ്ഥൻ തോക്ക് SIക്ക് കൈമാറിയത് എന്നാണ് വിവരം. SI തോക്ക് തറയിലേക്ക് ചൂണ്ടി ട്രിഗർ വലിച്ചു പരിശോധിച്ചപ്പോഴാണ് അബദ്ധത്തിൽ വെടിപൊട്ടിയത്. ബുള്ളറ്റ് തറയിൽ തുളഞ്ഞു കയറിയിട്ടുണ്ട്. ശരിയായ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥനാണ് തോക്ക് പരിശോധിച്ചതെന്ന് അധികൃതർ പറയുന്നു. സംഭവം അസിസ്റ്റന്റ് കമാൻഡിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. മോഷണത്തിനിടെ കള്ളന് വിശന്നപ്പോൾ ഹോട്ടലിൽ കയറി ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചു. പിന്നാലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ CCTVയിൽ കുടുങ്ങി. പാലക്കാട് ചന്ദ്രനഗറിൽ ഹോട്ടലിലെത്തി മോഷണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചന്ദ്രനഗറിൽ പ്രവർത്തിക്കുന്ന മൂൺ സിറ്റി ഹോട്ടലിലാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം. സമീപത്തെ ക്ഷേത്രത്തിലെ നേർച്ച വഞ്ചി പൊളിച്ച കള്ളൻ തന്നെയാണ് ഇവിടെ എത്തിയതെന്നാണ് സൂചന. ചന്ദ്രനഗറിൽ പ്രവർത്തിക്കുന്ന മൂൺ സിറ്റി ഹോട്ടലിന്റെ പിൻഭാഗത്തെ കതക് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സമീപത്തെ ക്ഷേത്രത്തിലെ നേർച്ചവഞ്ചി പൊളിച്ച മോഷ്ടാവാണ് ഹോട്ടലിലും മോഷണം നടത്തിയത്. ഹോട്ടൽ ഉടമയുടെ പേഴ്സും ഫോൺ ചാർജറും എടുത്താണ് മോഷ്ടാവ് മടങ്ങിയത്. മോഷണത്തിനിടയിൽ വിശന്നപ്പോൾ അടുക്കളയിൽ കയറി ഓംലെറ്റും ഉണ്ടാക്കി കഴിച്ചു. ഇതിനുശേഷം ബീഫ് ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നതിനിടയിൽ CCTV കണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും കസബ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ധ്യാന കേന്ദ്രത്തിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം പോയ കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. ഈ മാസം 13-നാണ് കട്ടപ്പന 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്നും മൊബൈലുകൾ നഷ്ടപ്പെട്ടത്. കേസിൽ പ്രതി കോലഞ്ചേരി സ്വദേശി അജയ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. 20 ഏക്കർ അസീസി സ്നേഹാശ്രമത്തിൽ ധ്യാനത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകളാണ് അജയകുമാർ അപഹരിച്ചത്. ധ്യാനത്തിനെത്തിയ കുട്ടികളുടെ മൊബൈൽ ഫോണുകൾ സംഘാടകർ വാങ്ങി ആശ്രമത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു. ഈ ഭാഗത്ത് ആരുമില്ലാതിരുന്ന സമയം നോക്കി അതിക്രമിച്ചു കയറിയാണ് പ്രതി 3 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചത്. ഏകദേശം 15,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന മൊബൈൽ ഫോണുകളാണ് മോഷ്ടിച്ചത്. മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശ്രമ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകി. പോലീസ് എത്തി ഇവിടത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് കോലഞ്ചേരി മാങ്ങാട്ടൂർ സ്വദേശി അജയ് കുമാറിനെ പോലീസ് പിടികൂടിയത്. കട്ടപ്പന സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് അജയകുമാർ. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് ലഹരി വേട്ട തുടരുന്നു. അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘത്തിലെ പ്രധാന പ്രതി പാറശാല പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് കോട്ടപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഖാൽ പിടിയിലായത് വിദേശത്തു നിന്നും
ചെന്നൈ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് MDMAയുമായി 2 യുവാക്കളെയും അറസ്റ്റ് ചെയ്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിൽ ഒരാൾ മലപ്പുറം നിലമ്പൂർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അകത്തും പുറത്തും ഉൾപ്പെടെ MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയായ കോഴിക്കോട് കോട്ടപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഹാലാണ് പാറശാല പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിലെ മലയാളി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ രാസലഹരി കൈമാറ്റം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മുഹമ്മദ് നിഹാൽ. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് ബംഗളൂരുവിൽ നിന്നും MDMAയുമായി വന്ന അമരവിള സ്വദേശി അനുവിനെയും മുട്ടത്തറ സ്വദേശി ശ്രീജിത്തിനെയും പാറശാല പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഹമ്മദ് നിഹാലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. എന്നാൽ ഇയാൾ വിദേശത്ത് കടന്നു കളഞ്ഞു. പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പ്രതി വലയിലായത്. ഒറ്റപ്പാലത്ത് MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിലായി. ചുനങ്ങാട് സ്വദേശി ഷുഹൈബ്, മായന്നൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരാണ് അറസ്റ്റിലായത്. 9 ഗ്രാമോളം ലഹരി മരുന്ന് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നുമാണ് ലഹരി മരുന്ന് കൊണ്ടുവരുന്നതെന്ന് പ്രതികൾ മൊഴി നൽകി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിൽ ഒരാൾ മലപ്പുറം നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി. മഞ്ചേരി വട്ടപ്പാടം സ്വദേശി സക്കറിയയാണ് 830 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി SI K രതീഷ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 8000 രൂപയും ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. മഞ്ചേരി ഭാഗത്തുനിന്നും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൂ. അത് നിലമ്പൂർ, എടക്കര, മുണ്ടേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്നുള്ളതാണ് കിട്ടിയ വിവരം. അതുപ്രകാരം ഇന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഉച്ചയ്ക്ക് സുമാർ 2:45 കോടതിപ്പടിയിൽ വെച്ചിട്ട് ഇപ്രകാരമുള്ള ഒരു ഓട്ടോറിക്ഷ വരുന്നതായി കാണപ്പെട്ട് പരിശോധിച്ചു. അതിൻ്റെ പുറകുവശം ക്യാബിനിൽ ചാക്കിനടിയിൽ ഒളിപ്പിച്ച രീതിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കാണപ്പെടുകയും പരിശോധിച്ചതിലായത് ഒരു 830ഓളം പാക്കറ്റുകളുള്ളതായി കാണപ്പെടുകയും ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വഴിയരികിൽ മൂത്രമൊഴിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. നഗരത്തിലെ വഴിയോര കച്ചവടക്കാരനായ വടക്കന്തറ സ്വദേശി കൃഷ്ണൻകുട്ടിയെ ആണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ മാട്ടുമന്ത സ്വദേശി രാധാകൃഷ്ണനാണ് വെട്ടേറ്റത്. പാറശാല കുഴിഞ്ഞുവിളിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 15,000 കിലോ റേഷനരി പിടികൂടി. ഗോഡൌൺ വാടകയ്ക്കെടുത്ത് നടത്തുകയായിരുന്ന ഹലീം, സഹായി ഷാജി എന്നിവർ അറസ്റ്റിൽ. ഗൂഡല്ലൂർ മസനഗുഡിക്കടുത്ത് ഭർത്താവിനെ കഴുത്തുഞെരിച്ചു കൊന്ന കേസിൽ ഭാര്യ അറസ്റ്റിൽ. നിർമ്മാണ തൊഴിലാളിയായ ദിനേശ് കുമാർ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായത് ഭാര്യ കാർത്തിയായിനി. കുട്ടികൾ ജനിക്കുമ്പോഴേ അച്ഛനമ്മമാർക്ക് അവരെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. എത്ര സാമ്പത്തികമില്ലെങ്കിലും നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകും. മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടിയാലും അവരുടെ വിവാഹം കഴിഞ്ഞാലും മാതാപിതാക്കളുടെ ഉള്ളിൽ എന്നും അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന അച്ഛനമ്മമാരോട് അവർക്ക് നന്ദിയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇപ്പോഴത്തെ കുട്ടികൾ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പോലും വീട് വിട്ടിറങ്ങും. കൗമാരപ്രായമാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായ സംഭവവും എറണാകുളത്ത് 14-കാരിയെ കാണാതായ കേസും ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കുട്ടികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ ചെറുപ്പം മുതൽ അല്പമൊക്കെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തണം. വീടുകളിൽ അവരെ കേൾക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. മാതാപിതാക്കളുടെ അമിതമായ ലാളനയാണ് കുട്ടികളിങ്ങനെ തലതെറിച്ച് പോകാനുള്ള കാരണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.